ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ റിനു ആദി. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലാമിയെ അവൻ അന്തം വിട്ട് നോക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കണ്ട കേട്ടോ, പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പറഞ്ഞ് ഇന്ന് ആ ദിവസം എത്തിയില്ലേ ഗായ്സ്. അപ്പൊ ഇന്ന് ആമിമോളെ കാത് കുത്തുന്ന വീഡിയോ ആണ്. ആമിമോൾക്കൊന്നും അറിയില്ല, ഓളെന്തോ ആണ്. ആമിമോളെ മൊട്ട അടിച്ചു, പിന്നെ കാത് കുത്തൻ കണ്ടോ. ഞങ്ങൾ സെയിം കളറാണെന്നാ പറയണേ, പക്ഷെ ഇതിന്റെ ലൈറ്റ് കളറാണ്, പക്ഷെ വീഡിയോസിൽ ഡാർക്ക് ആയിട്ട് തോന്നുമ്പോൾ ഇത് ഡാർക്ക് കളർ തന്നെ കേട്ടോ. അപ്പോ ആമിമോളെ കാത് കുത്തുന്ന വീഡിയോസ് ആണ്, ഇത് ലിഫ്റ്റിക്കായി കാത് കുത്തുന്ന വീഡിയോസ് ആണ് പിന്നെ. അപ്പോ അതാണ്. പിന്നെ എന്താ പറയാനുള്ളത്, ഞങ്ങൾ ഇവിടുന്ന് കാത് കുത്തണമെന്നും പറഞ്ഞില്ല, അപ്പൊ നിങ്ങള് കാണാം. ഞങ്ങൾക്ക് സ്വർണ്ണം എടുക്കുന്ന കടയിൽ തന്നെയാണ് നമ്മൾ കാത് കുത്തണത്. അപ്പൊ ഇമ്മ വരുന്നുണ്ട് പറഞ്ഞു, ഇനി എങ്ങനെ അറിയില്ല. അപ്പൊ നിങ്ങള് വീഡിയോ ഒക്കെ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പൊ നമുക്ക് എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണം. ഓക്കെ, അപ്പൊ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കണം. വീഡിയോ ഫുൾ ആയിട്ട് കാണണം. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ആമിമോളായിട്ട് കാത് കുത്താൻ പോവാണ്. ഓൾക്കൊന്നും അറിയില്ല, ഓളെ വിചാരം എന്താ പറയാ, ട്രിപ്പ് പോവുകയാണ് എഴുതിയാൽ സന്തോഷത്തോടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാക്കണേ, നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു ഇടവഴി കൂടെ അല്ലേ പോണേ, നമ്മൾ മെയിൻ റോഡ് കൂടെ മെയിനോട്ടൂടെ പോകില്ല. അപ്പോൾ ഞങ്ങൾ ഇടവഴി കൂടെ അങ്ങനെ ഷോർട്ട് കട്ടിൽ പിടിച്ച് പോകും. ട്രാഫിക്കും ഇല്ല, വണ്ടിയിലെ സുഖമായിട്ട് പോയി പോരാം. പിന്നെ ഞങ്ങൾ പോണ റൂട്ട് കണ്ടാൽ തന്നെ അറിയാലോ, നല്ല രസമുള്ള സ്ഥലത്ത് കൂടെ പോവാം. അതെ, നമുക്ക് ആരെ ശല്യം ഉണ്ടാവില്ല, നമുക്ക് അങ്ങനെ സംസാരിച്ച് പാട്ടും പാടിയൊക്കെ അങ്ങനെ ലേലം വിളിച്ചൊക്കെ പോവാം. പോയല്ല മെല്ലെ പോവല്. അതെ, അപ്പൊ അങ്ങനെ പോവാണ്. ഗായ്സ്, ഇതാക്കുന്നുണ്ട്. നമ്മൾ MTK ജ്വല്ലറിയിലെത്തി. MTK ജ്വല്ലറിയിൽ നിന്നാണ് നമ്മൾ കാത് കുത്തലിൻ്റെ എല്ലാ മേക്കാതും, എനിക്ക് സ്വർണം എല്ലാവർക്കും വീട്ടിലത്തെ എല്ലാവർക്കും അവിടെ നിന്നായിട്ട് എടുക്കൽ. അപ്പോൾ നമ്മൾ ഡയമണ്ടിൻ്റെ ആണ് നോക്കണത്, കാരണം നമുക്ക് അത് കൊടുക്കുമ്പോൾ അതേ റേറ്റിന് തന്നെ കിട്ടും, നമുക്ക് ഏറ്റവും നല്ലത് അതാണ്. പിന്നെ അവിടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് പുളിയായി. പിന്നെ ഇതാക്കണം, നമ്മൾ കമ്മൽ നോക്കുക കേട്ടോ. കമ്മൽ നോക്കിയപ്പോൾ പറ്റണതില്ല, കാരണം പറ്റണതൊക്കെ വലുതാണ്. അതാണോ അവൾക്കിപ്പോൾ ചെറിയ കാതല്ല, അത് ഇടാൻ പറ്റും. നമ്മൾ ബഡ്ജറ്റ് റേറ്റിനോടും നമ്മൾ നോക്കണം. അപ്പോൾ ഇതാക്കണം, ആദ്യം ആമിയും ഞാനും ഉമ്മയും എല്ലാവരും നോക്കി കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് സ്വർണ്ണത്തിലേക്ക് നോക്കാൻ പോയപ്പോൾ ഒരു നമ്മളെ സബ്സ്ക്രൈബറെ കണ്ടു, നിങ്ങൾ യൂട്യൂബറൊക്കെ അല്ലേ ചോദിച്ചു. നമുക്ക് വളരെ സന്തോഷമായി, തിരിച്ചറിയണ്ടല്ലോ കുറച്ച് പേരെങ്കിലും. പിന്നെ ആക്കണം, അവിടെ നമുക്ക് കോഫി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ അതാക്കണം, ഞാൻ പറയാണ് തിരഞ്ഞു നോക്കുകയാണ്, കാരണം ഇമ്മയോട് വെച്ചാൽ ഇമ്മ അറിയാം ഈ നോക്കിക്കോ, ആദ്യനോട് വെച്ചാൽ ആദ്യം അറിയാം ആദ്യം ഞാൻ നോക്കിക്കോ, അതായത് ഈ നോക്കിക്കോ പറയും. അപ്പോൾ ഓൾക്ക് ബലൂൺ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗായ്സ്, അവിടെ അല്ലേ നമ്മൾ കുറച്ച് പേര് അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചറിഞ്ഞു കേട്ടോ. അതായത് തിരിച്ചറിഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ വലിയ സംഭവം അങ്ങനെയൊന്നുമല്ല, നമ്മൾ യൂട്യൂബറാണ്. ആദ്യം ഞങ്ങൾക്കൊരു താത്ത എങ്ങനെ നിങ്ങൾ യൂട്യൂബർ അല്ലേ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ സ്വർണ്ണം എടുക്കാൻ നോക്കിയപ്പോൾ പിന്നെ നമ്മൾ ഡയമണ്ടിലോട്ട് തന്നെ തിരിച്ച് വന്നതിൽ ഇതാക്കണം ആദ്യം സെലക്ട് ചെയ്തതാട്ടത്. പക്ഷേ നമുക്കത് കുറച്ച് വീഡിയോയിൽ കാണുന്ന വരെയല്ല, നമുക്ക് കുറച്ച് അത് പറ്റ ചെറുതാണ്, എന്താ പറയുക, വീഡിയോയിൽ കുറച്ച് വലുതാണ്. പക്ഷെ അപ്പോൾ താഴോട്ട് പോവുക കേട്ടോ നമ്മൾ സ്വർണ്ണത്തിനായിട്ട്. അപ്പോൾ മേലോട്ടും താഴോട്ടും അങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്, കാരണം നമുക്കത് എടുക്കുമ്പോൾ നല്ലത് നോക്കി എടുക്കണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ കുറച്ച് പേര് വീണ്ടും അതിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ അവിടെ നിന്ന് കണ്ടുമുട്ടേണ്ടി വന്നു. വളരെ സന്തോഷം അതിൽ. പിന്നെ ഇതാക്കണം, നല്ല കസ്റ്റമറായിരുന്നു, അതായത് നല്ല ഒരുപാട് കസ്റ്റമർ ഉണ്ടായിരുന്നു അവിടെ, നല്ല തിക്കും തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇത്, പുളിയാവലാണ്. ആ കണ്ണാട കണ്ട പിന്നെ സെൽഫിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ പറയേണ്ട ആവശ്യമല്ലല്ലോ. അപ്പോൾ ഗായ്സ്,
ഞങ്ങൾ ഇതാക്കണ ഇവിടെ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം മേലേക്ക് ഡയമണ്ട് വെക്കാനാണ് വേണ്ടി പോയത്. പക്ഷെ ഡയമണ്ട് വേണ്ട, ഞങ്ങൾ സ്വർണ്ണമാണെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാത് ചൊറിയുന്നത് എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ആമിമോൾ കാണിക്കും, അതുകൊണ്ട് തൂക്ക് കമ്മൽ വേണ്ടാന്നാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ ഞാൻ കാത് ചൊറിയല്ല. അതായത് തൂക്കമ്മലിട്ട് ആദ്യം ആമി മോളെ ഇടയ്ക്കിടയ്ക്ക് കാത് ഇങ്ങനെ പിടിച്ച് വലിക്കും. അപ്പോൾ അഥവാ എൻ്റെ പൊട്ടി പോകുന്നല്ലേ ഞാൻ കാത് മുറിയുകയും ചെയ്യും. അതിനെക്കാണെന്നെല്ലാം നമുക്ക് സ്റ്റഡ് ആകുമ്പോൾ കംഫർട്ടാണ്, സേഫ്റ്റിയാണ്. കാരണം ആമികൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ ഉള്ളതാക്കുന്നത് നമ്മൾ മാരേജ് റിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ ആമിയോളെ കാത് കുത്തലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് വെച്ച് പിടിപ്പിക്കുകയാണ്. ഓക്കെ ഗായ്സ്, ഞങ്ങളിതാ അമ്മയുടെ കാത് കുത്തി വന്നിട്ടുണ്ട്. നിങ്ങൾ കാത് കുത്തി കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഒന്ന് എൻ്റെ അവസ്ഥ പറഞ്ഞുതരാം. ഞാൻ വിചാരിച്ചത്ര ആമിയോട് നോലിച്ചിട്ടില്ല. ഇല്ല, സത്യം പറഞ്ഞാൽ ആർക്കും നോലിക്കണം കരുതി, കാരണം ആമിമോൾ അങ്ങനെയാണ്. പൊതുവേ കുട്ടികൾ ചെറിയ കുട്ടികൾ നോലെടുക്കാൻ അത്ര ആമിയോട് നോലിച്ചിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ആ വീഡിയോയിൽ കണ്ടല്ലോ, ഒന്ന് കുത്തിയ ടൈമിൽ തന്നെ പിന്നെ അതെന്തോ കൊടുത്തപ്പോൾ നിന്നു അല്ലേ. പക്ഷെ രണ്ടാമത്തെ ഒരു ടാസ്ക് ബ്ലഡ് വന്നോട് കണ്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ നമ്മൾ ഈ കാത് കുത്തുന്ന ടൈമിൽ ഇളക്കാൻ പാടില്ല. ഈ കളത്തിപ്പോ അമ്മ നല്ലത്, പക്ഷെ ഈ കളത്തിപ്പോ അമ്മ കളിക്കും. അപ്പൊ നല്ല ബ്ലഡ് വന്നു. പിന്നെ ജ്യൂസും ഉണ്ടാക്കി കൊടുത്താൽ ഇവർക്ക് ഈ ക്ലാസ്സിലൊന്നും ഇങ്ങനെ കൊടുത്ത ശീലമല്ല. ഞങ്ങൾ കൊടുക്കലെന്നല്ല ക്ലാസ്സിലല്ലേ, ബോട്ടിൽ അങ്ങനെ ആക്കിയാണ്. ക്ലാസ്സിൽ വരെ കൊടുത്തിട്ടില്ല. എന്താണ് ഞാൻ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ കൊടുത്തപ്പോൾ അവളാണ് ക്ലാസ് കൊടുത്തിരുന്നില്ല. എൻ്റെ മേത്ത് കൂടി ഓളെ മേത്ത് ഫുള്ള് ബ്ലഡും എൻ്റെ മേത്ത് ബ്ലഡ് ആയിരുന്നു. കാതിന് തന്നെ കുറ്റിയായിരുന്നു. പിന്നെ നമ്മൾ രാഗിയുടെ കുപ്പി കൊണ്ടുപോകാറുണ്ടല്ലോ എടുക്കും, പക്ഷെ അത് ഡിക്കിയിലായിരുന്നു. അപ്പോൾ ആദ്യം പോയി എടുത്തു വന്നു. അത് വരെ എന്താ പറയുക, ഈ ജ്യൂസ് കുടിക്കായിരുന്നു, മാംഗോയുടെ ജ്യൂസ് കുടിക്കായിരുന്നു. അപ്പോൾ എന്താ പറയുക, എൻ്റെ മേത്തോടെ ആള് ചിന്തിക്കുക, നമുക്ക് പിടിച്ച് ശീലമില്ല, അങ്ങനെ കടിക്കുക ചെയ്യാം. അങ്ങനെ ഇപ്പോൾ തന്നെ നമ്മൾ പോയി വന്ന് ബാഗിൽ ഇടിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ നേരെ വന്നത് ഇങ്ങോട്ട് തച്ചുണിക്കാണ്. ഉമ്മ നേരെ ബസ്സിന് പോയത് അങ്ങോട്ടാണ്. ഉമ്മ ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പ്രത്യേകത ഒരു കാരണം എന്താ വെച്ചാൽ ആദ്യം പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ തനക്ക് ചോദിക്കുന്നത് അതിൻ്റെ മെയിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരാൻ തല ചൊറിയും. അത് തന്നെയാണ് ഈ ആമിക്കും കിട്ടിയത് അല്ലേ. ഇല്ല, കാര്യം പിന്നെ പറയണ്ട, നമ്മള് വീഡിയോ എടുക്കുമ്പോൾ കാര്യം പറയണ്ട. നമ്മള് അവിടെ ഇവിടെയും തൊടാതെ കട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തൊന്നും അറിയില്ലല്ലോ. ഇനിയിപ്പോ ആരവാകിയായിരുന്നു കാത് കുത്തല് അല്ല. നിങ്ങൾ ബർത്ത്ഡേ വീഡിയോസിൽ ആമിമോടെ അക്കൗണ്ടിൽ പോയാൽ മനസ്സിലാവുമ്പോൾ ഉമ്മ ഗിഫ്റ്റ് ഒന്നും തന്നില്ല. ആമിമോൾക്ക് എന്താ കൊടുത്തത് കുറേ പേര് നേരിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ കമന്റ് ബോക്സിലുണ്ടായിരുന്നു. ഉമ്മ അത് ഇത്രയും കാലം പറയുന്നത് എന്താ വെച്ചാല് ഉമ്മയുടെ ഗിഫ്റ്റ്, ഉമ്മാന്റെ കാതുത്തല് കമ്മല് എല്ലാം ഉമ്മയുടെ വകയായിരുന്നു. ജസ്റ്റ് പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യമായിരുന്നു കയ്യിൽ പിടിച്ച് നിൽക്കാൻ വിചാരിച്ചു. പിന്നെ ഉമ്മാക്ക് അതെ കൊതറിയാലോ. പിന്നെ ഇനി ഉമ്മാനായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്ഡ് ആണ്. എൻ്റെ മാതിരി തന്നെയാണ് ഉമ്മാനോടും. പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ വന്ന് ഉമ്മാൻ്റെ വകയായിരുന്നു ആമിമോളെ ബർത്ത്ഡേ ഗിഫ്റ്റ്
ആയിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒരു കാത് ചെറുതായിട്ട് മൂടിയായിട്ടുണ്ട്. പിന്നെ ഗണ്ണല്ല ഇങ്ങനെ പൊതുവെ ഈ തറയ്ക്കുമ്പോ ഗണ്ണോടെ തറയ്ക്കാൻ പാടില്ല. പക്ഷെ ഗണ്ണല്ല തറച്ചത്. കാരണം എന്താ വെച്ചാൽ അധികം എല്ലാവരും ശ്രദ്ധിക്കും. ഗണ്ണോട് തറച്ച് നമ്മള് കറക്റ്റ് സ്ഥാനം കിട്ടില്ല. ഇത് കമ്മലോണ്ട് തന്നെ കൈകൊണ്ട് തട്ടാൻ കൈകൊണ്ട് കുത്തിക്കാണ്, ഇങ്ങനെ അമർത്തി കുത്തിയാണ്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു, ആ ചടങ്ങ് കഴിഞ്ഞു. ഞങ്ങളിനി കാത് കുത്തണം, എപ്പോൾ പോകും ടൈമിന് ഇങ്ങനെ പോവാൻ ടൈം എന്താ വെച്ചാൽ മടിയാണ്. പിന്നെ ആദ്യക്ക് ഇപ്പൊ ജിമ്മിന് പോകാൻ വേണ്ടി ഇവിടെ വന്ന് ഫ്രഷ് ആയി ഞാൻ ഈ ഡ്രസ് തന്നെ ഇട്ടിരുന്നത്. അതെ. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നില്ല, നല്ല കഷ്ടപ്പെട്ടു, നല്ലൊരു കാരണം ഞങ്ങൾ അവിടെ നിന്നാണ് സ്വർണ്ണം എടുക്കല്. എന്തിപ്പോൾ എൻ്റെ സ്വർണ്ണമൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. എനിക്ക് കല്യാണത്തിന് മുന്നുള്ള സ്വർണ്ണം എടുത്തത്. അപ്പോൾ ഇനി ബാക്കിയുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി Q&A പോസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉള്ളത്, കുറച്ച് ക്വസ്റ്റ്യനെ കണ്ടിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അതേമാതിരി ഒരു സബ്സ്ക്രൈബിനെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ. അപ്പോൾ അവരോടൊക്കെ എല്ലാവരോടും പിന്നെ എല്ലാവരും ജിമ്മിന്റെ വീഡിയോ ചെയ്യണം. ജിമ്മിന്റെ വീഡിയോ വൈകാതെ ചെയ്യാം. ഞാൻ പോയാലും 3.5 മാസമായി പോയാൽ തുടങ്ങിയിട്ട്. അപ്പൊ എല്ലാവരും എന്റെ ആദ്യത്തെ ബോഡി എന്നെ മനസ്സിലാവും. 3 മാസം. അപ്പൊ എന്റെ ആദ്യത്തെ ബോഡി ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്താൽ മതി. ആദ്യത്തെ ബോഡി കണ്ടാൽ മനസ്സിലാവും. അത് കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. മ്യൂസിനോട് ചോദിച്ചാൽ മനസ്സിലായി. കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ വിങ്സ് ആയാലും ബൈസെപ്സ് ആയാലും കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് അത്യാവശ്യം സൈസും വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം എന്നെ നോക്കുന്ന ടൈമിൽ ഇതിലാറ് സൈസും കാര്യങ്ങളും തടി ഉണ്ടായിരുന്നു, മുഖം ഉരുണ്ടിട്ടായിരുന്നു, ചാടി. അതേമാതിരി ഇന്നത് ഉണക്കന്നെ ഇനി മുഖത്തൊക്കെ നല്ല അരച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇങ്ങനെ കൂത്തു. അതേമാതിരി ആദ്യം ഇങ്ങനെ കോടി കളിയൊക്കെ ഇല്ല കേട്ടോ, ഉള്ളത് പറയാന്. അപ്പോൾ അതൊന്നുകൂടി നമ്മൾ ആമിമോള് വരുന്നതിന് കുറച്ച് മാസങ്ങൾക്കാണ് ആദ്യം ജിമ്മ് നിർത്തിയത്. ഒരു വർഷം നിർത്തി. പിന്നെ ഇനിയിപ്പോൾ നിർത്തുന്നില്ല. ഇതൊക്കെയായിരുന്നു നമ്മളെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരോടും ബിഗ് താങ്ക്സ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് എല്ലാവരും സുഖമാണ് കരുതുന്നു. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. പിന്നെ എന്താ, അപ്പോൾ നെക്സ്റ്റ് Q&A വീഡിയോസ് ആയിരിക്കാന്ന് പറയാം. ക്വസ്റ്റ്യൻ ചോദിക്കുക, വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഫ്രണ്ട്സ് ആകട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.